ലക്കി ഭാസ്കർ എന്ന സിനിമയിലൂടെ വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഹർഷദ് മേത്ത ആരാണെന്നും ഇദ്ദേഹം എങ്ങനെയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ പിടിച്ചു കുലുക്കിയതെന്നും നമുക്ക് നോക്കാം. വർഷം 1990. ബാങ്കുകൾക്ക് നേരിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ കഴിയാതിരുന്ന ഈ സമയത്ത് അവർ നിർബന്ധമായും ഗവൺമെന്റ് ബോണ്ടുകളിൽ നിക്ഷേപിക്കണമെന്ന നിയമം വന്നു. ഈ അവസരത്തിൽ സ്റ്റോക്ക് ബ്രോക്കറായ ഹർഷദ് മേത്ത ബോണ്ട് വിൽക്കുന്ന വലിയ ബാങ്കുകളിൽ നിന്നും ബോണ്ടുകൾ വാങ്ങാൻ തയ്യാറായിട്ടുള്ള ചെറിയ ബാങ്കുകളിൽ നിന്നും ബോണ്ടിനുള്ള പണവും വലിയ രീതിയിൽ വാങ്ങിയിരുന്നു. ബോണ്ടുകൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ബാങ്കുകളുടെ കയ്യിൽ നിന്നും ഒരു നിശ്ചിത സമയം ഇദ്ദേഹം വാങ്ങുകയും ഈ സമയം കൊണ്ട് ഈ പണം ഇദ്ദേഹം നിക്ഷേപിച്ച സ്റ്റോക്കുകളുടെ വില കൂട്ടാനായി സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കാനും തുടങ്ങി. പിന്നീട് വ്യാജ ബോണ്ടുകൾ ഉണ്ടാക്കി അതിൽ നിന്നെല്ലാം പണം ഉണ്ടാക്കി ആയിരക്കണക്കിന് കോടികൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുകയും ചെയ്ത ഹർഷദ് മേത്ത അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് തന്നെ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് വളരെ പെട്ടെന്ന് വളർന്നു. ACCയുടെ സ്റ്റോക്ക് 200 രൂപയിൽ നിന്നും 9,000 രൂപയിലേക്ക് വരെ ഈ സ്റ്റോക്ക് മാനിപ്പുലേഷൻ സ്കീമിലൂടെ ഹർഷദ് മേത്തയ്ക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നു. ഇന്ത്യൻ ബാങ്കിംഗ് സിസ്റ്റം വരെ തകർത്ത 4,000 കോടി രൂപയുടെ ഈ സ്കാം തന്റെ ഡിറ്റക്റ്റീവ്